തകർക്കാൻ കഴിയാത്ത ഒരു ഫോൺ, അതായത് ടെമ്പേർഡ് ഗ്ലാസ് ഒന്നും വേണ്ട, ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫോൺ, അതാണ് ഈ ഹോണർ X9B. എന്താണെന്നല്ലേ കാണിച്ചു തരാം. ആദ്യം ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ്. ബോക്സിലെ എല്ലാ ഐറ്റംസും ഇതിനകത്ത് അതുപോലെ തന്നെയുണ്ട്. കേസ്, സിം ടൂള്, അതേപോലെ ഡോക്യുമെന്റേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ചാർജർ കാണാനില്ല. ടൈപ്പ് സി കേബിൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചാർജർ ഇല്ല. 35 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവരും പ്രകൃതി സ്നേഹത്തിന്റെ ആ ഒരു പാത പിന്തുടരാണെന്ന് തോന്നുന്നു. അതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഫോൺ ദാ കയ്യിലോട്ട് കിട്ടുന്നു. ഇതാണ് ഹോണറിന്റെ X9B. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ ഇതുവരെ താഴെയിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഈ വീഡിയോയുടെ കാര്യങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാം, കാരണം പൊട്ടിയാലോ എന്നൊരു പേടി. ബ്രാൻഡ് ഉറപ്പ് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം. എങ്കിലും ഇതിന്റെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളൊന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ ഇത് താഴെയിട്ട് നോക്കാം പൊട്ടുവന്ന്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഡിസൈൻ, ബാക്ക് ഡിസൈനിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമിയുടെ ഒക്കെ ഫോണുകളുടെ ഡിസൈൻ കണ്ടു. അതേ ഡിസൈൻ തന്നെ, ലെതർ ഡിസൈൻ. ഈ സർക്കിൾ ക്യാമറ മോഡ്യൂൾ കാര്യങ്ങളൊക്കെ സെയിം ആണ്. എന്തായാലും കാണാനൊക്കെ ഭംഗിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. താഴെ ഇത്തവണ ഇവിടെ ഹോണറിന്റെ ആയതുകൊണ്ട് ഹോണറിന് എഴുതിയിരിക്കുന്നത് മാത്രമേ ഒരു ഡിഫറൻസ് തോന്നുള്ളൂ. എന്തായാലും ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ താരം. മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഇതാണ് ഈ പറഞ്ഞ ഭയങ്കര സ്ട്രോങ് ആയ സംഗതി എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് SGS സ്വിറ്റ്സർലാൻഡിന്റെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് 10 ആംഗിളിൽ നിന്ന് വരെ താഴേക്ക് മറച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടും ഒരു കുഴപ്പമില്ലാണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ റേറ്റിംഗ് ഒക്കെ കിട്ടിയിരിക്കുന്നതെന്നാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിന് മുൻപ് ഇത് 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ നല്ല AMOLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. വിഷ്വൽ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. സൺലൈറ്റ് വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. 1200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, ഞാൻ കൊണ്ടുപോയൊക്കെ നോക്കിയതാണ് പുറത്തൊക്കെ. സോ കംപ്ലീറ്റ് ഓക്കെ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൽ HDR കേപ്പബിലിറ്റി ഒന്നും നെറ്റ്ഫ്ലിക്സിൽ കയറി നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ. ജസ്റ്റ് ഫുൾ HD വൈഡ് ബാൻഡ് എലമെന്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് കുഴപ്പമില്ല. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. നമുക്ക് സ്ട്രെങ്ത് മാത്രം പോരല്ലോ, എല്ലാം വേണ്ടേ. പിന്നെ PWM ഡിമ്മിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ വേറെ വിഷ്വൽ എക്സ്പീരിയൻസിൽ നമുക്ക് വേറെ സ്ട്രെയിനോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരില്ല. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പോരായ്മ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നില്ല എന്നുള്ളതാണ്. ഈ വിലയ്ക്കൊക്കെ സുഖമായിട്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ സിംഗിളേ ഉള്ളൂ. അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേൾപ്പിച്ചു തരാം. സോ സൗണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പോരായ്മയാണ്. 7.98 mm ആണ് തിക്നെസ്, 185 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിക്ക് വന്നാൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സ്നാപ്ഡ്രാഗൺ 778 റേഞ്ചിൽ വരും. അങ്ങനെ വരുമ്പോൾ 20,000 22,000 രൂപ താഴെ വരണം ഈ ഫോണിന്റെ വില. അത് നിങ്ങൾ നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. ഞാനത് അറിയുന്ന വഴിക്ക് ആഡ് ചെയ്യാം. എന്തായാലും LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ്, അതൊക്കെ ഓക്കെയാണ്. ഒരു സാധാരണ യൂസിനുള്ള ഫോൺ എന്ന രീതിയിൽ നോക്കിയാൽ ഒരു പ്രശ്നവുമില്ല, ലാഗ് ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. 5 ലക്ഷം റേഞ്ചിലാണ് ഇതിന്റെ ആൻറ്റിവൈറസ് സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരേ ഒരു പ്രശ്നം ഈ ഭാഗത്തുള്ളത് Android 13 വരുന്നത്. റെഡ്മി പോലുള്ള ചില ബ്രാൻഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും Android 14 കയറി കഴിഞ്ഞു. ഇവർ Android 13 തന്നെയാണ്. സോ ഒരു ചെറിയ പോരായ്മയാണ്, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ Android 13 ഇതിൽ ഹോണർ മാജിക് OS 7.1 ആണ് വരുന്നത്. ആ UI വന്നിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പരിചയമുള്ളൊരു UI അല്ല. അതുകൊണ്ട് പല ഭാഗങ്ങളിലും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എന്തായാലും ഇതിന്റെ പ്രൊസസർ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ നോക്കിയാൽ Android 13 ഒന്നാമത്തെ പോരായ്മയാണ്. പിന്നെ പ്രൊസസർ 20,000 22,000 രൂപ റേഞ്ചിൽ 6 Gen 1 എന്ന് പറയുമ്പോൾ റിയൽമി 12 Proയിൽ 25,000 രൂപയ്ക്ക് ഇതേ പ്രോസറാണ്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോരാന്നുള്ള കാര്യം. സോ 23,000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ അപ്പോഴും അത്ര അടിപൊളി എന്നൊന്നും പറയാനില്ല. ഇത് സ്നാപ്ഡ്രാഗൺ 778 റേഞ്ചാണ്. 20,000 താഴെയുള്ള പല ഫോണിലും കാണുന്നൊരു പ്രോസറാണ്. അതുകൊണ്ട് നല്ലത് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഡീസൻ്റ് എന്ന് പറയാമെന്നല്ലാണ്ട് അപ്പടി ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളൂ. പിന്നെ ഇതിൽ 5800 mAh ബാറ്ററിയാണ് വരുന്നത് എന്നുള്ളത് നല്ലൊരു ഭാഗമാണ്. കാരണം ഈ ഫോണിന്റെ വെയിറ്റ് തിക്നെസ് എന്നൊക്കെ പറയുന്നത് 7.98 mm വരുന്നുള്ളൂ. അതിൽ തന്നെ 5800 mAh ബാറ്ററി അത് ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം അത്രയും സ്ലിം ആണ് ഈ ഫോൺ. 5800 mAh ബാറ്ററിക്ക് കൊടുത്തിരിക്കുന്നത് 35 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. സോ ചാർജിങ്ങിലൊന്നും വലിയ എക്സ്പെക്ടേഷൻ വെക്കേണ്ട, നോർമലാണ്. ബട്ട് ബാറ്ററി ഈസ് ഗുഡ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത്. IP53 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ ക്യാമറ നോക്കിയാൽ 108 MP ക്യാമറയാണ് വരുന്നത്. ക്യാമറ സാമ്പിൾസ് ഇവിടെ സ്ക്രീനിൽ കാണാം. വലിയ അപാകതയില്ല എന്ന് പറയാം. സെൽഫി ക്യാമറ സാമ്പിളുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് പല ലോ ലൈറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. ബാക്കിയെല്ലാം കൊണ്ടും വലിയ കുഴപ്പമില്ലാത്ത നല്ല ഇമേജുകളാണ് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറയും സെൽഫി ക്യാമറ കൊണ്ടും എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറയിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. ദൈ കാണുന്നതാണ് സാമ്പിൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. അത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി വീഡിയോ ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഓവർ എക്സ്പോസ്ഡായി പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. കാരണം HDR അത്ര ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഡേ ലൈറ്റിലെ സെൽഫി വീഡിയോ ഒരു ചെറിയ പ്രശ്നമുണ്ട്, മറക്കണ്ട. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലോൺ ഔട്ട് ആയി പോകുന്നുണ്ട്. സോ ക്യാമറ മൊത്തത്തിൽ ഡീസൻറ്റ് ലെവലിലുണ്ട്, അങ്ങനെ പറയാം. ഭയങ്കര നല്ലതെന്നും പറയാനില്ല, മോശമൊന്നും പറയാനില്ല. സോ നിങ്ങളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ അപ്പം മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മളിവിടെ തീർത്തു. ഇനി നമുക്കിത് താഴെയിട്ട് നോക്കാം, പൊട്ടുവോ പൊട്ടില്ലയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോർമലി നമ്മുടെ കയ്യിലൊക്കെ ഫോൺ ഇരിക്കുന്ന ഈ ഒരു ഹൈറ്റിൽ താഴെ ഇടാൻ പോവാണ്. ഈ ഹൈറ്റ് നല്ല വീഴുള്ളൂ, ഇതിന്റെ മുകളിൽ ഒന്നും വീഴില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. കമഴ്ത്തി ഡിസ്പ്ലേ അടക്കം ഇടാൻ പോകുന്നേ.
ഓക്കെ, നമ്മൾ താഴെ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ പതുക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ വേർത്തല്ലേ പക്ഷെ ഇതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ക്ലീനാണ്, ഒന്നും പറ്റിയില്ല. സെറ്റ്. ഞാൻ എടുത്ത ടൈലുമളാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ടെസ്റ്റ് നടത്തി, ഡ്രോപ്പ് ടെസ്റ്റ് നടത്തി. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഞാൻ ടൈലുമൾ, എൻ്റെ വീട്ടിലെ ടൈലുമളാണ് കമഴ്ത്തി ഇട്ടത്. കുഴപ്പം പറ്റിയില്ല. പക്ഷേ ഇതിൽ റഫായ വല്ല പ്രതലത്തിൽ, ഇത് ടൈലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നല്ല സോഫ്റ്റ് ആണ്, അവിടെ സ്മൂത്ത് ആണ്, അതിന് കുഴപ്പമുണ്ടായില്ല. പക്ഷേ റോഡോ അല്ലെങ്കിൽ നിങ്ങൾ റഫായ പ്രതലത്തിലൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടും, ഗ്ലാസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ വക ടെസ്റ്റ് ഒന്നും നടത്തണ്ട. പകരം അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയെടുത്ത് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചോളൂ, കാരണം നമ്മുടെ കഷ്ടകാലത്തിനെങ്ങാനും പൊട്ടിയാലോ. കമ്പനികൾ പരസ്യത്തിൽ പലതും കാണിക്കും, അതൊന്നും കണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ നിൽക്കരുത്. എല്ലാം ഒന്നും ഫോളോ ചെയ്യാൻ പറ്റിയതല്ല, പ്രത്യേകിച്ചും ഈ ഡ്രോപ്പ് ടെസ്റ്റ് പോലുള്ള സംഭവങ്ങൾ. പ്രത്യേകിച്ച് ഞാനും ഇപ്പോൾ ഇവിടെ ചെയ്തത് കാശ് കൊടുത്ത് വാങ്ങിയതായിരുന്നെങ്കിൽ ഞാൻ ഈ ടെസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളും ചെയ്യരുത്. ചിലപ്പോൾ പൊട്ടിയാൽ, നമ്മുടെ കഷ്ടകാലത്തെങ്ങാനും പൊട്ടിയാൽ അന്നേരം നമ്മുടെ കാശ് തന്നെ പോകുള്ളൂ. കമ്പനി ഞങ്ങളിങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ടെന്നൊന്നും പറയത്തില്ല. അതുകൊണ്ട് ആരും ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ, ഇങ്ങനെ പലതും പലയിടത്തും കണ്ടല്ലോ, അപ്പം നമ്മളൊന്ന് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നും പറ്റില്ല, നമ്മുടെ ഭാഗ്യത്തിന്. അത്രയും ഞാൻ പറയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ ആരും ചെയ്ത് നോക്കണ്ട. സംഗതി മൊത്തത്തിൽ ഈ ഫോണിൻ്റെ കാര്യങ്ങൾ ഈ വിലയ്ക്ക് 22,000 23,000 രൂപയ്ക്ക് വരികയാണെങ്കിൽ ആൻഡ്രോയിഡ് 13, അതേപോലെ ഇതിൽ HDR ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഞാൻ ഇതിൽ പറഞ്ഞു, പല ഭാഗത്തും പല പ്രശ്നങ്ങൾ പറഞ്ഞു, ചാർജർ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. 22,000 രൂപ റേഞ്ചിൽ വരികയാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഫോൺ എന്ന് പറയാനുള്ളൂ. ഓപ്പടി നല്ലതെന്നൊന്നും പറയാനില്ല, ഒരു ഡീസൻറ്റ് ഫോൺ. സോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഹോണറിൻ്റെ സർവീസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ ചെക്ക് ചെയ്തിട്ട് എനിക്കൊന്നും പിടികിട്ടിയില്ല. നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഡബിൾ ചെക്ക് ചെയ്യുക. ഞാൻ ചെക്ക് ചെയ്യാം, അതിനുശേഷം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളും ചെക്ക് ചെയ്യുക, നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് വരാൻ പോകുന്നതെന്നുള്ള കാര്യം, എന്നിട്ട് ചൂസ് ചെയ്യാം. ഓവറോൾ ഡീസൻറ്റ് ഫോണാണ്. ഈ പറഞ്ഞ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ടെമ്പർ ഗ്ലാസ് ഒന്നും ഒട്ടിക്കാതെ ഉപയോഗിക്കാമല്ലോ. ഒട്ടിച്ചോളൂ. അല്ല, ചില ആൾക്കാർക്ക് ഒരു കഷ്ടകാലമുണ്ട്, എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരിട്ട് കഴിഞ്ഞാൽ അവരുടെ നിന്ന് വീണ കഷ്ടകാലത്തിനെങ്ങാനും പൊട്ടിയാലോ. അതുകൊണ്ടാണ് ഒന്ന് ഒട്ടിച്ചേക്ക്. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.